ഹലോ, ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. ഇന്ന് മീൻസ് നാളെ. അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്കിത് ഇതൊന്ന് തുടങ്ങണമെന്നുണ്ട്, ഒരു ബിസിനസ് ആക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഞാൻ ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒന്ന് വാങ്ങിയിട്ട്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഞാനങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസായിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. 12 മണിയാകുമ്പോൾ പിള്ളേഴ്സ് ഉറങ്ങുമോയെന്നറിയില്ല, നടക്കുമോയെന്നറിയില്ല. ഇതിപ്പം തന്നെ രാത്രി പാക്ക് ചെയ്യുമ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം, ഇതെവിടെയാ കൊടുക്കണ്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ചെറുത്ത് ലച്ചുനെ കൂട്ടിയിട്ട് പോകാൻ നടക്കില്ല, എന്താ വെച്ചാൽ ഇത് പിടിക്കണ്ടേ, ഓനെയും കൂട്ടിയിട്ടാവൂല. ഓന് ഉറങ്ങിയിട്ട് നൈസായിട്ട് പോകണം എന്നാണ് വിചാരിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. ഇതിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിനല്ല, ഇതിപ്പോൾ തുടങ്ങിയാൽ തന്നെ നല്ല മെച്ചപ്പെടും എന്ന് പറയുന്നു. തുടങ്ങണം എന്നെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന്, തുടങ്ങണോ വേണ്ടിയോ എന്നൊരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിക്കണം. നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ച് ഉറങ്ങിയിട്ടാണ്. അതിപ്പോൾ വലിയ ആൾ ആരും ഓടി വരും. പന്ത്രണ്ട് മണി വരെ ഓൻ ഉറങ്ങുമോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങുന്നില്ല, ഇനി വീട്ടിൽ ശരിയാവില്ല. ഇറങ്ങി നമ്മൾ ആടെ എത്തി കേട്ടോ. ആടെ എത്തി നമുക്ക് വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ വീട്ടിലെത്തി. മറിഞ്ഞ് നിൽക്കുമെന്ന്, വാതിൽ തുറന്നില്ലേ. നമ്മൾ പോയിട്ട് ബെല്ലടിച്ച് അവരറിയില്ല നമ്മൾ പോകുന്നത്. അവർ ശരിക്കും ഒരു സർപ്രൈസായിപ്പോയി. ഓള് ഫസ്റ്റത്തത് എൻ്റെ അനിയൻ കൊടുത്തതാണ് കേട്ടോ, ഫസ്റ്റ് ബോക്സ്. രണ്ടാമത്തെ ബോക്സ് ഓൾക്ക് ഓളമ്മ കൊടുത്തതാണ്, ഏച്ചി കൊടുത്തതാണ്. ഏച്ചി ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് നമ്മൾ. അത് ഓളറിയില്ല, സർപ്രൈസായിരുന്നു. ഓരോന്നോരോന്നായി പൊട്ടിച്ച് നോക്കുന്നുണ്ട്. കുറച്ച് ഫോട്ടോൻ്റെ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഫോട്ടോ ആക്കിയിട്ട് കാർഡാക്കിയിട്ട് അങ്ങനെ അതിലോരോന്ന് ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. അവരൊക്കെ എന്നാ ഓരോ സാധനം എടുക്കുമ്പോൾ പറയും, ഇതെൻ്റെ തീർന്നു, ഇതെൻ്റെ തീർന്നു. പറയും. ഞാൻ പറഞ്ഞു എല്ലാം കണ്ടറിഞ്ഞിട്ട് ചെയ്തതാണ് അമ്മ എന്ന് ഞാൻ പറഞ്ഞു. വളരെ ഹാപ്പിയാണ്. ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത ഫോട്ടോ വെച്ച് AI-ലാക്കിയതാണ്. അതാണ് അയച്ചത് തന്നെ. AI-ലാക്കിയ ഫോട്ടോ ആണ് അത്. ഓക്കെന്നെ അറിയുന്നില്ല ഇതേതാ ഫോട്ടോ. എനിക്ക് ചേച്ചി പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായി അത് AI-ലാക്കിയതാണ്. അത് നമ്മളെ പാണ്ട.
ഇടും തന്നെയാ പറയുന്നത്. ഇവളിതെടുത്ത് യൂട്യൂബിലിടുന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ ഇടാണ്ട് എനക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അന്നേരം മുട്ടായി എടുത്തിട്ട് അതൊന്ന് വേഗം എടുത്തൊന്ന് ആര്യന് കൊടുത്ത് ഒന്ന് തെച്ചൂനും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടായി തെച്ചൂനും തന്നെ. സ്പ്രേ ഉണ്ട്. സ്പ്രേ ഇല്ല എനിക്ക് വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ചായ കുടിക്കില്ലേ ഓനുമില്ല ഒന്നുമില്ല അത് കൊണ്ട അതിലൊന്നുമില്ല. ഈ മാലയിലുള്ള അമ്മ പറഞ്ഞ മറ്റേ മാലയല്ലേ ചോദിക്കട്ടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട അവനത് കിട്ടണം അത്രയായിരിക്കും. കിട്ടിയില്ലെങ്കിൽ അത് തന്നായിക്കൂലേ പറഞ്ഞു. ഈ മാല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നോ ചോദിച്ചിട്ടേ അന്നേരം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്നാ നല്ല രസമുണ്ട്. പറഞ്ഞോണ്ട് തന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുരിരുട്ട് ഇത് അവിടെ നിന്നുള്ള മാവിച്ചേരി ക്ഷേത്രം. ഇവിടെ തെയ്യാവാനായി. ഇത് ഷേണായി മന്ദിരം കണ്ടോ, ഇതിൻ്റെയൊക്കെ അടുത്താണ്. നമ്മളങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവുകയാണ്. അവൻ തലതിരിച്ച് വരുന്നുണ്ട്. നമ്മളങ്ങനെ വേഗം സമയം ഒരുപാടായി, 12:45 ഇനിയിപ്പോൾ 3/4 മണിക്കൂർ വേണ്ടേ, 1:30 അവിടെ എത്താൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ തെയ്യം തുടങ്ങാനായി എന്ന് പറഞ്ഞ് തെയ്യത്തിന് വരണമെന്നും പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. വരുമ്പോൾ സ്പീഡിലേനു വന്നേ. സമയം ഒരുപാട് വൈകിയില്ലേന്നും വിചാരിച്ചിട്ട് 12 മണിക്ക് എത്തണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് 12:30 ആയിന്. നോട്ടീസെല്ലാം ഉണ്ട്. നോട്ടീസ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ? അത് തന്നെ ഞാൻ സൂം ചെയ്തിട്ട് എടുത്തിനെ. ശരി കാണുന്നുണ്ടാവും. ഡേറ്റൊന്നും കാണുന്നില്ല അല്ലേ? റോഡൊക്കെ വിജനമാണ്, വിജനം. മെയിൻ റോഡിലെത്തുമ്പോൾ വണ്ടിയൊക്കെ ഉണ്ടാവും എന്നാ വിചാരിക്കുന്നത്. ഇത് നമ്മളെ പാലം, പഴയങ്ങാടി പാലം. ഫുൾ കുണ്ടാണ് എന്നാ പറയാം, കുണ്ട് എന്നും പറയാൻ പറ്റൂല. ഫുൾ കുണ്ടന്നെ. കുഴിയെന്നും പറയാൻ പറ്റൂല. അതൊന്നും കിണർ തന്നെ പറയണം. അയ്യോ, ഒരു വലിയൊരു കുഴി എടുക്കാമെന്ന്, അപ്പോഴത്തേക്ക് അത് അപ്പുറത്തെ സൈഡായി പോയി. എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓണാക്കി, അപ്പോഴത്തേക്ക് അത് അപ്പുറത്തെ സൈഡായി പോയിട്ടു. അപ്പോൾ അതെടുക്കാൻ പറ്റിയിട്ടില്ല. ഗാഡിയെല്ലാം ഉണ്ട്. ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല.
ഇറങ്ങിയിട്ടുണ്ട്. ഈ ലോബി ഫുള്ള് നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടാണ്. നമ്മൾ പള്ളിയിൽ നോക്കിയാട്ടെ, ക്രിസ്മസിന് അലങ്കരിച്ച പള്ളിയായത്. അവിടെയും ലോറി. അങ്ങനെ വീട്ടിലെത്തി ഗൈസ്. വെച്ചു നമ്മളെയും ഉറങ്ങാതെ കാത്തു നിൽക്കുകയായിരുന്നു. മുട്ടായിയും കൊടുത്ത് ഫ്രൂട്ടി മണിക്കണമെന്ന് വിളിച്ച് പറഞ്ഞു. മുട്ടായി കൊടുത്ത് സമാധാനിപ്പിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്.